സർ, ഇന്ന് നമ്മൾ മാർക്കറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം ഇടിവ് രേഖപ്പെടുത്തുന്ന സ്റ്റോക്സിലെല്ലാം തന്നെ ഒരു ബ്ലോക്ക് ഡീൽ നടന്നിരിക്കുന്നു എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. ഏതാണ്ട് 3480 കോടി രൂപയുടെ ബ്ലോക്ക് ഡീലുകളാണ് ഇന്ന് നടക്കുന്നത്. അതിൽ ഏറ്റവും അധികം 1420 കോടി രൂപയുടെ ഡീലുകളാണ് ഇൻഡിജനിൽ നടക്കുന്നത്. 825 കോടി രൂപയുടെ ഡീല് ആൽക്കം ലബോറട്ടറീസിൽ നടക്കാനിരിക്കുന്നു. ടാറ്റ ടെക്നോളജീസ് 635 കോടിയുടെ ഒരു ബ്ലോക്ക് ഡീലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആദിത്യ ബിർള ഫാഷൻ റീറ്റെയിൽ 600 കോടി രൂപയുടെ ഡീലാണ് പ്രതീക്ഷിക്കുന്നത്. സോ ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തുകൊണ്ടാണ് 3480 കോടിയുടെ ബ്ലോക്ക് ഡീൽ നടക്കുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് നമുക്ക് കിട്ടുന്നത്. ഈ സ്റ്റോക്സിലൊക്കെ പ്രത്യേകിച്ച് ആദിത്യ ബിർള ഫാഷനൊക്കെ 10% കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തുകയാണ്. ആൽക്കം ലബോറട്ടറീസ് 1% കൂടുതൽ, ടാറ്റ ടെക്നോളജീസ് 1% കൂടുതൽ, ഇൻഡിജിൻ 5% ഇടിവ് രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ റിസർച്ച് ഡെസ്കിൽ നിന്നുള്ള റിപ്പോർട്ടാണ് ഇത്. ഏതായാലും റിസർച്ച് ഡെസ്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ റിസർച്ച് ഡെസ്കിലെ കേദാർ പ്രഭുവിനെ ഒന്ന് സ്ക്രീനിന് മുന്നിൽ കൊണ്ടുവരുമോ എന്നുള്ള ഒരു കമന്റ് വന്നിരുന്നു. ആരാധകരെ ശാന്തരാകുവിൻ, ഞങ്ങൾ കൊണ്ടുവന്നിരിക്കും. നമ്മളുടെ റിസർച്ച് ഡെസ്കിലെ എല്ലാ മെമ്പേഴ്സിനെയും നമുക്ക് ഈ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കണം, അല്ലേ സാർ? ജാസ്മിൻ, പ്രത്യേകിച്ച് ഈ ഒരു പ്രേക്ഷകൻ അമൽ ചന്ദ്രൻ, മിസ്റ്റർ അമൽ ചന്ദ്രൻ എന്നും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. നമ്മുടെ ഓപ്പണിംഗ് അവേഴ്സ് ഷോവും മറ്റുള്ള ഷോസും അമൽ ചന്ദ്രൻ മിക്ക ദിവസവും വാച്ച് ചെയ്ത് അതിന് പോസിറ്റീവായിട്ട് കമൻറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങളും ചേർത്ത് വായിച്ച് അതെന്താ നമ്മൾ ഓരോ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഈ പരിപാടി മുഴുവനുമായിട്ട് കാണാറുണ്ട് എന്നുള്ളതാണ് നമുക്ക് വലിയൊരു എൻകറേജ്മെൻ്റ് ആണ്. അത് ഇതാണ് നമ്മളെപ്പോലത്തെ ആൾക്കാരെ എന്നും ഡ്രൈവ് ചെയ്യുന്നത്. അതായത് രാത്രിയും രാവും പകലും ഇരുന്ന് നമ്മൾ ഇതേപോലുള്ള ഒരു ഇൻഫർമേഷൻ നമ്മൾ എഴുതി നിങ്ങളുടെ മുന്നിൽ ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കും. കാര്യം നമുക്കിവിടെ ഒരു ബയസൊന്നുമില്ല, നമുക്ക് ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റും ഇല്ല. നമ്മൾ ജനങ്ങളുടെ മുന്നിൽ രണ്ട് വശവും കാണിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മൾ ഓപ്റ്റിമിസ്റ്റിക് തന്നെയാണ് മാർക്കറ്റ്. ബട്ട് എപ്പോഴും നമ്മൾ പറയാറുണ്ട്, മാർക്കറ്റിൽ നമ്മൾ ബുള്ളിഷായിട്ട് നിൽക്കുന്നതോട് കൂടി തന്നെ മാർക്കറ്റിൻ്റെ റിസ്ക് എലമെന്റ് എന്താണെന്നുള്ളത് ക്വാണ്ടിഫൈ ചെയ്യണം, അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു ബുള്ളി സ്റ്റാൻഡ് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പം നമ്മുടെ രാവും പകലും എഫേർട്ട് നമ്മൾ അതിനിട്ട് നമ്മൾ രണ്ട് വശവും ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന്, പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു പത്രമാധ്യമങ്ങൾക്ക് നമുക്ക് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് നമുക്കുള്ള മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യാൻ പാടില്ല, നമുക്കൊരു സ്റ്റോക്കിനെ അവതരിപ്പിക്കാം, നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് ബൈ ചെയ്യണോ സെൽ ചെയ്യണോ ഹോൾഡ് ചെയ്യണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിന് പ്രേക്ഷകർ നമ്മളോട് ക്ഷമിക്കണം എന്നുള്ള. ബട്ട് ഇതെല്ലാം നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് എന്നും നമുക്ക് എൻകറേജ്മെന്റ് തന്ന ഒരു വ്യക്തിയാണ് ഈ അമൽ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ. നമുക്ക് ഒരുപാട് റെസ്പെക്ട് ഉണ്ട്. നമ്മുടെ ടീമിന്റെ ഭാഗത്തുനിന്ന് ഒരു ബിഗ് സല്യൂട്ട് അമൽ ചന്ദ്രന്. അമൽ ചന്ദ്രൻ ആഗ്രഹിച്ച പോലെ നമ്മുടെ റിസർച്ച് ഡെസ്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ ഒരു ദിവസം ഞങ്ങൾ അവതരിപ്പിക്കും. കേദാർ പ്രഭുവിനെയും റമീസിനെയും ഒക്കെ എല്ലാവരും, അഭിജിത്തിനെയൊക്കെ, നമ്മുടെ പ്രൊഡ്യൂസറിനെയൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുള്ള വാക്ക് ഞങ്ങൾ തരുന്നു എന്ന് മാത്രം. പിന്നെ ജാസ്മിൻ, നമ്മുടെ ബ്ലോക്ക് ഡീലിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറഞ്ഞു, ഇപ്പോൾ വ്യക്തിപരമായിട്ട് എൻ്റെ അടുത്ത് മാർക്കറ്റിൽ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ മാർക്കറ്റിൻ്റെ ഒരുപാട് പോസിറ്റീവ്സ് പറഞ്ഞു അല്ലേ. എപ്പോഴും എൻ്റെ മനസ്സിൽ നമ്മളിപ്പോൾ യുദ്ധം അല്ലെങ്കിൽ ടാരിഫ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നും മാർക്കറ്റിന് ചലഞ്ചാണ്. നമ്മൾ ഒരിക്കലും പറയുന്നില്ല ഇൻഡോ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ യുക്രൈൻ റഷ്യ കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, ട്രംപിന്റെ ടാരിഫ് അല്ലെങ്കിൽ ട്രേഡ് വാർ പോലത്തെ ഇഷ്യൂസ്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ്, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് നെഗറ്റീവ്ലി. ബട്ട് വ്യക്തിപരമായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന 25 കൊല്ലത്തെ ഫണ്ട് മാനേജ്മെന്റ് ചരിത്രത്തിൽ ഞാൻ എന്നും ശ്രദ്ധിക്കുന്നത് ഈ പ്രൊമോട്ടർ സെല്ലിംഗ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 2024 മാർക്കറ്റ് സെപ്റ്റംബർ മുതലാണ് ഒരു കറക്ഷൻ തുടങ്ങിയത് 2020. അതിനു മുമ്പ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പ്രൊമോട്ടേഴ്സ് ഭയങ്കരമായിട്ട് സെല്ല് ചെയ്തിരുന്നു എന്നുള്ള. ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ 2008-2009 കാലഘട്ടത്തിൽ ലേമൻ ബ്രദേഴ്സിന്റെ ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടല്ലോ, ഇത് നമ്മുടെ കയ്യിലൊന്ന് നിൽക്കുന്ന കാര്യങ്ങൾ. ക്രെഡിറ്റ് സ്വാപ്സിന്റെ കാര്യത്തിൽ അമേരിക്കൻ ബാങ്കുകൾ പൊട്ടിയത് കാരണം ഗ്ലോബലി എല്ലാ സ്റ്റോക്ക് മാർക്കറ്റും പൊട്ടിയെന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുക. ബട്ട് അവിടെയും അതിന് മുമ്പായിട്ട് 2007 ലാസ്റ്റ് 2008 തുടക്കത്തിലൊക്കെ ഇന്ത്യൻ പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്തിരുന്നു എന്നുള്ളത്. സെല്ല് ചെയ്യാൻ നേരത്ത് അവർക്ക് അമേരിക്കയിൽ പ്രോബ്ലം ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ടല്ല അവർ സെല്ല് ചെയ്ത്. ബട്ട് അവർ സെല്ല് ചെയ്യാനായിട്ടുള്ള കാര്യം നല്ല വാല്യുവേഷനിലാണ് അവരുടെ തന്നെ കമ്പനീസ് ട്രേഡ് ചെയ്തിരുന്നത്. ഇനി മേ ബി ഒരു 3 കൊല്ലത്തെ 5 കൊല്ലത്തെ ഒരു ഷെയർ പ്രൈസ് ഇന്നേ മാർക്കറ്റിൽ കണ്ടു തുടങ്ങി എന്നുള്ളൊരു എന്താ പറയുക, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലായിരിക്കാം അവർ സെല്ല് ചെയ്യുന്നത്. അല്ലാണ്ട് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസിൽ അവർ റീഡ് ചെയ്തിട്ടല്ല. അപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഒരുപാട് സെല്ലിംഗ് നടക്കുന്നത് ഞാൻ നെഗറ്റീവ് ആണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ബട്ട് എന്നെ സംബന്ധിച്ച് അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മൾ കയ്യിൽ വെക്കുമ്പോൾ ഒരു സ്റ്റോക്കിൽ ഒരു പ്രൊമോട്ടർ സെല്ല് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ലാർജ് ഇൻവെസ്റ്റർ സെല്ല് ചെയ്ത് പുറത്തിറങ്ങുകയും ചെയ്യുന്നത് ആരെങ്കിലും ചോദിക്കുന്നത് ആ കമ്പനിക്ക് നെഗറ്റീവ് ആണോ എന്ന് വെച്ചാൽ കമ്പനിക്ക് നെഗറ്റീവ് അല്ല. കാര്യം അതേപോലെ തന്നെ വേറെ ആരോ ബൈ ചെയ്യുന്നുണ്ട് എന്നുള്ള. ബട്ട്
പ്രൊമോട്ടർ അത് സെല്ല് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുകൂടി വാല്യുവേഷനെ കുറിച്ച് ഒരു എന്താ പറയുക ഒരു മീഡിയം ടേമിൽ വാല്യുവേഷനെ കുറിച്ച് കാര്യം എന്തുകൊണ്ട് പ്രൊമോട്ടർ സെല്ല് ചെയ്യുന്നു. പ്രൊമോട്ടർക്ക് പൈസയ്ക്ക് അത്യാവശ്യം കൊണ്ടാണോ, ഒരു വീട് മേടിക്കാനാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു എക്സ്പാൻഷൻ, അതായത് അവർക്ക് ഗ്രൂപ്പ് കമ്പനീസ് ഉണ്ടാവും. ഇപ്പോൾ ജിൻഡാൽ ഫാമിലി ഒരു ഗ്രൂപ്പ് കമ്പനി വിറ്റ് ആ കാശ് ഉപയോഗിച്ച് വേറൊരു കമ്പനിയുടെ എക്സ്പാൻഷന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളത് നെഗറ്റീവായിട്ട് കാണാറില്ല. ബട്ട് ഇത് എടുത്തുകൊണ്ട് പോയിട്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആ വാല്യുവേഷനെ കുറിച്ച് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ടെമ്പററി ഇഷ്യൂസ് ആണ്, ബട്ട് എങ്കിലും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല എന്നാണ് നമുക്ക് പറഞ്ഞു വയ്ക്കുന്നത്. ഇപ്പോൾ ജാസ്മിൻ പറഞ്ഞ പോലെ ഈ ബ്ലോക്ക് ആൻഡ് ബൾക്ക് ഡീൽസ് ആണ് ഏറ്റവും കൂടുതൽ നിന്ന് നമ്മൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിരുന്നു. അതുമാത്രമല്ല ഈ ബൾക്ക് ഡീൽ എന്താണെന്നുള്ളത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു അല്ലേ. നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വിൻഡോയിലാണ് ഈ ബൾക്ക് ഡീൽ നടക്കുന്നത്. നമ്മൾ കാണുന്ന ടെർമിനലിൽ ഈ ഡീൽ കാണാറില്ല, അതൊരു സെപ്പറേറ്റ് വിൻഡോ ആണ്. അവിടെ ഓൾറെഡി 2 എഗ്രീഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഒരു സെല്ലറും ഉണ്ടാവും, ഒരു ബയറും ഉണ്ടാവും. അവർ നേരത്തെ എഗ്രി ചെയ്ത ഒരു ഫ്ലോർ പ്രൈസിലായിരിക്കും അവർ സെല്ല് ചെയ്യുന്നത്. രണ്ടുപേരും ഒരേ ഓർഡർ ഇടും, ആ ഓർഡറിൽ മാച്ച് ചെയ്ത് പോകും. അതൊരു സെപ്പറേറ്റ് ടെർമിനലിൽ അല്ലെങ്കിൽ സെപ്പറേറ്റ് വിൻഡോയിൽ, ടെർമിനൽ എന്ന് പറയുന്നതിനേക്കാളും സെപ്പറേറ്റ് വിൻഡോയിലാണ് നടക്കുന്നത്. 9:15 മുതൽ 9:50 വരെ, 9:15 മുതൽ 9:50 വരെയുള്ള സമയത്തിലാണ് ബ്ലോക്ക് ഡീൽ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യം. അത് മാത്രമല്ല നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഈ ബൾക്ക് ഡീൽസിൽ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ചയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു 62,000 തൊട്ട് 65,000 കോടിയുടെ വരെ പ്രൊമോട്ടർ സെല്ലിംഗ് ബൾക്ക് ഡീൽസിൽ കൂടെയും ബ്ലോക്ക് ഡീൽസിലും കൂടെ നടന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ ഒന്ന് കോഷൻ ചെയ്തിരുന്നു എന്നുള്ള ഇന്നത്തെ റിപ്പോർട്ട് അനുസരിച്ച്, ഇന്ന് ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് അനുസരിച്ച് മെയിൽ ഏതാണ്ട് 91,600 ക്രോസിൻ്റെ ഈ പ്രൊമോട്ടർ ആൻഡ് ആങ്കർ ഇൻവെസ്റ്റർ അല്ലെങ്കിൽ മേജർ ഇൻവെസ്റ്റർ സെല്ലിംഗ് ബൾക്ക് ഡീൽസിലും ബ്ലോക്ക് ഡീൽസിലും ഉണ്ടായതാണ്. ഒരു പക്ഷേ നമ്മൾ ഇത് നേരത്തെ റിപ്പോർട്ട് ചെയ്തു. നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ അന്ന് നമുക്ക് 65,000 കോടിയുടെ വരെ കിട്ടിയിട്ടുള്ളൂ. ഇന്ന് മെയ് കഴിഞ്ഞ് 65,000 നമ്മൾ മെയ് ലാസ്റ്റ് ആയപ്പോഴാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തതെന്നുള്ള. ഇന്നാണ് മറ്റുള്ള പത്രങ്ങൾ ആ ന്യൂസ് ഏറ്റെടുത്തതെന്നുള്ളത് നമ്മുടെ റിസർച്ച് ഡെസ്കിനെ സംബന്ധിച്ച് വെറുതെ അല്ല കേദാർ പ്രഭുവിനെ ചോദിച്ചത്. കാര്യം നമ്മൾ ആ കാര്യത്തിലും ഫാസ്റ്റ് ആയിരുന്നു എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു എയർടെല്ലിൽ സിംഗ്ടെൽ 12,800 ക്രോസ് സെല്ല് ചെയ്തു. ITCയിൽ ബ്രിട്ടീഷ് അമേരിക്കോ ടൊബാക്കോ കമ്പനി 12,900 ക്രോസ് സെല്ല് ചെയ്തിരുന്നു. ഇൻഡിഗോയിൽ പഴയ ഒരു പ്രൊമോട്ടർ രാകേഷ് ഗാംഗ്വാൽ ഏതാണ്ട് 11,385 ക്രോസ് സെല്ല് ചെയ്തിരുന്നു. ഇപ്പോൾ വരുന്ന ന്യൂസ് അനുസരിച്ച് സോഴ്സസ് പറയുന്നത് ടാറ്റ ടെക്നോളജീസിൽ ഒരു PE ഫേം ഉണ്ട്, TPG എന്ന് പറയുന്നത്. അവർ ദേ ആർ ട്രൈങ് ടു സെൽ ദെയർ എൻറ്റയർ സ്റ്റേക്ക് ഇൻ ടാറ്റ ടെക്നോളജീസ്. ഏതാണ്ട് 2.1% ആണ് അവർ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് 6,100 കോടിയുടെ ഒരു സെല്ലിംഗ് ആണ്. 744 തൊട്ട് 767 ആണെന്നാണ് എൻ്റെ മാർക്കറ്റ് പ്രൈസ്. കറക്റ്റായിട്ട് അറിയില്ല. 747-നും 767-നും സോഴ്സസ് പറയുന്ന 3% ഡിസ്കൗണ്ട് ടു CMP മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും എന്ന് പറയുന്നു. അതായത് 767 ആണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ടാറ്റ ടെക്നോളജീസിൽ ഒരു ബൾക്ക് സെല്ലിംഗ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞു വെക്കണം. പിന്നെ അതുപോലെ ഓല ഇലക്ട്രിക് മൊബിലിറ്റി, അതിൽ ഇന്നലെ ഒരു സെല്ലിംഗ് ഓൾറെഡി നടന്നു എന്നാണ് മനസ്സിലായി. ഇന്നലെ 7% അത് ക്രാക്ക് ചെയ്യുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് സോഴ്സസ് പറയുന്നത്. ഹ്യുണ്ടായി ആൻഡ് കിയ നമുക്ക് ഇപ്പോഴും ആരാണ് സെല്ലർ എന്നുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. ഇന്ന് വരും ദിവസങ്ങളിലായിരിക്കും കിട്ടുന്നത്. നമ്മൾ ഈ പരിപാടി അവതരിക്കുമ്പോൾ അപ്പം ഏതാണ്ട് 10 മണി ആവുന്നേ ഉള്ളൂ. ഇപ്പോഴുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഹ്യുണ്ടായും കിയയും ആയിരിക്കും സെല്ല് ചെയ്തത്. 14.2 crore ഷെയർസ് ആണ് സെല്ല് ചെയ്തത്. അത് ഏതാണ്ട് 3.23% ഓഫ് ഹോൾഡിംഗ്, ടോട്ടൽ ഇക്വിറ്റി ഹോൾഡിങ്ങിൻ്റെ 3.23% ആണ്. ഫോർ 51.4 rupees പെർ ഷെയറിനാണ് സെല്ല് ചെയ്ത്. ടോട്ടൽ 730 crores ഒരു സെല്ലിംഗ് ആണ് നടന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൂടാതെ ആൽക്കെം ലാബ്സിലെ ബ്ലോക്ക് ഡീലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടർ ജയന്തി സിൻഹയാണ് സെല്ല് ചെയ്തതെന്നുള്ളത്. 17 ലക്ഷം ഷെയർ ആണ്, ഏതാണ്ട് 1.42% ഷെയർ ഹോൾഡിംഗ് ആണ് അവർ സെല്ല് ചെയ്യുന്നതെന്നുള്ളത്. 4,850 രൂപ ഫ്ലോർ പ്രൈസ്, ടോട്ടൽ വാല്യൂ 824 crores എന്നാണ് മനസ്സിലാവുന്നത് എന്നുള്ളത്. അത് കൂടാതെ തന്നെ വേറൊരു ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ ഉണ്ട് കേട്ടോ. ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ബൾക്ക് ഡീൽ വിൻഡോയിലാണല്ലോ നമ്മൾ ഇത്രയും പറഞ്ഞത്, അത് സെപ്പറേറ്റ് വിൻഡോ. അല്ലാതെ നമ്മൾ കാണുന്ന ടെർമിനലിലാണ് ഈ ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ. അതിൽ ഇൻഡിജീൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. അതിൽ കാർലൈൽ ഗ്രൂപ്പ് എക്സിറ്റ് ചെയ്യാണ്. കാർലൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അഗെയിൻ ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഫേമാണ്. അവർ എക്സിറ്റ് ചെയ്യാണ്. ഏതാണ്ട് 10.2% സ്റ്റേക്ക് അവർക്ക് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1,420 കോടിയുടെ സെല്ലിംഗ് ആയിരിക്കും നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായ ഒരു കാര്യം. ഇൻഡിജീനിൽ എനിക്ക് തോന്നുന്നു 580 rupees എങ്ങാണ്ടാണ് അതിൻ്റെ ഫ്ലോർ പ്രൈസ് വെച്ചേക്കണമെന്നുള്ള. അതേപോലെ വേറൊരു ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ കൂടെ ഉണ്ട് കേട്ടോ. ഇന്ന് ആദിത്യ ബിർള ഫാഷൻ റീറ്റെയിലിൻ്റെ കാര്യമാണല്ലോ ജാസ്മിൻ പറഞ്ഞ 10% ഡൗൺ ആണെന്നുള്ളത്.
ഫ്ലിപ്കാർട്ടാണ് സെല് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് എന്ന് പറയുമ്പോൾ വാൾമാർട്ടിന്റെ സബ്സിഡറിയാണ് ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്നത്. അത് ഏതാണ്ട് 582 crores ഒരു സെല്ലിംഗ് ആണ് നടക്കുന്നത്. 7.3 crore ഷെയർസ്, അതായത് ടോട്ടൽ 6% ഓഫ് ഹോൾഡിംഗ് ആണ് അവർ സെല് ചെയ്യണമെന്നുള്ളത്. 79.5 rupees per ഷെയറിനാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നമുക്ക് പിന്നെ ഒരു ബ്ലോക്ക് ഡീലും കൂടെ ഉണ്ട്, അതായത് അത് ഇന്നലെ നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ് ബാങ്ക് 41 crore ഷെയർസ് സെല് ചെയ്തു 21.68 rupees, അതായത് 3% സ്റ്റേക്കാണ് അവർ സെല് ചെയ്ത്. 2.5 to 3% സ്റ്റേക്കാണ് അവർ സെല് ചെയ്തതെന്ന് മനസ്സിലാക്കിയത്. ഈ കാർലൈലിന് വേറൊരു പ്രത്യേകം കൂടെ ഇട്ടിട്ടോ, ഇന്നലെ സെല് ചെയ്തല്ലോ 3%, അത് കൂടാതെ ഇവർക്ക് 3.5% സ്റ്റേക്കും കൂടെ ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അത് കൂടാതെ തന്നെ എനിക്ക് തോന്നുന്നു അഡ്വെന്റ് എന്ന് പറഞ്ഞാൽ വേറൊരു പ്രൈവറ്റ് ഇക്വിറ്റി ഉണ്ട്, അവർക്ക് ഏതാണ്ട് 10% സ്റ്റേക്ക് ഉണ്ട്. മിക്കവാറും ചിലപ്പോൾ അവരും എക്സിറ്റ് ചെയ്യാൻ പോകുന്നുള്ള ഒരു അൺകൺഫേംഡ് റിപ്പോർട്ട്സ് ഉണ്ട്. അപ്പം ഓൾറെഡി തന്നെ കാർലൈലിൽ സെല് ചെയ്തു, കാർലൈലിൽ ഇനിയും സ്റ്റേക്ക് ഉണ്ട്. അതിപ്പോൾ അടുത്ത കാലത്ത് സെല് ചെയ്യില്ല, കാര്യം ഒരു ഹോളിഡേ പീരീഡ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് സെല് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ അഡ്വെന്റ് സെല് ചെയ്യുമോ എന്നറിയില്ല. അപ്പം യെസ് ബാങ്കിലൊക്കെ ഒരുപാട് ഷെയർസിന്റെ സപ്ലൈ ഉണ്ടാവും, അതായത് സെല്ലിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് ഒന്ന് ഇൻവെസ്റ്റേഴ്സ് പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം കൂടെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു, അതായത് ഒരു IPO വരുന്നുണ്ട്. ഈ IPO എന്ന് പറയുന്നത് HDB ഫിനാൻഷ്യൽസ് എന്ന് പറയുന്നത് സബ്സിഡറി ഓഫ് HDFC ബാങ്ക് ആണ്. അത് വന്നു കഴിയുകയാണെങ്കിൽ, അതായത് ലാർജസ്റ്റ് NBFC IPO ആയിരിക്കും, 5th ലാർജസ്റ്റ് IPO ഇൻ ഇന്ത്യ ആയിട്ട് മാറാനുള്ള ചാൻസും ഉണ്ട്. അതിന് സെബിയുടെ നോഡ് കിട്ടിയെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. 2007 അതായത് അവർ നോൺ ഡെപ്പോസിറ്റ് ടേക്കിംഗ് NBFC ആട്ടോ. സെക്യൂർഡും അൺസെക്യൂർഡ് ലോണും അവർ കൊടുക്കുന്നുണ്ട്, പക്ഷെ അവർ ഡെപ്പോസിറ്റ് എടുത്തിട്ടല്ല പോകുന്നത്. ഡെപ്പോസിറ്റ് വേറെ ഇൻവെസ്റ്റേഴ്സിന്, അതായത് നമ്മുടെ സാധാരണക്കാരുടെ നിന്ന് ഡെപ്പോസിറ്റ് എടുത്തിട്ടല്ല അത് പോകണമെന്നല്ല, വേറെ ബാങ്കിൽ നിന്നൊക്കെ ഫണ്ട് എടുത്തിട്ട് അത് മറിച്ച് കൊടുത്താണ് ലോൺ കൊടുക്കുന്നത്. അങ്ങനെയും കൊടുക്കാം എന്നുള്ളതാണ്. ഏതാണ്ട് ഒക്ടോബർ 2024 അവർ IPO ഫയൽ ചെയ്തു. ഫൈനലി ഇറ്റ് ഈസ് ഹാപ്പനിങ് എന്നുള്ള. അതിനകത്ത് 10,000 കോടി, അതായത് 10,000 കോടിയും 2,500 കോടിയും, അങ്ങനെ രണ്ട് രീതിയിലാണ് അവർ IPO കൊണ്ടുവരുന്നത്. എന്ന് പറഞ്ഞാൽ ഒറ്റ IPO ആണ്. 10,000 കോടി എന്ന് പറഞ്ഞാൽ HDFC ബാങ്കിന്റെ ഓഫർ ഫോർ സെയിലാണ്. അതായത് HDFC ബാങ്ക് HDB ഫിനാൻഷ്യൽസ് 94.36% സ്റ്റേക്ക് ഉണ്ട്. ഈ 94.3% സ്റ്റേക്കാണ്. അതിൽ കുറച്ചാണ് അവർ വിൽക്കുന്നത് എന്നുള്ളത്. അത് 10,000 കോടിയാണ് HDFC ബാങ്ക് ഓഫ് ലോഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ പുതിയ ഷെയർസ്, അതായത് 2,500 കോടിയുടെ ഫ്രഷ് ഇഷ്യൂ. അപ്പോൾ 10,000 കോടിയുടെ HDFCയുടെ സെല്ലിങ്ങും 2,500 കോടിയുടെ പുതിയ ഫ്രഷ് ഇഷ്യൂ ആണ് നടക്കുന്നത് എന്നുള്ളത്. പിന്നെ ഇത് സ്ട്രാറ്റജിക്ക് മാത്രമല്ല കേട്ടോ HDFCയെ സംബന്ധിച്ചിടത്തോളം, ഇതൊരു റെഗുലേറ്ററി ആസ്പെക്റ്റും കൂടെയാണ്. കാര്യം വെച്ചാൽ ഇവർ ഒരു അപ്പർ ലെയർ NBFC ആണ്. അപ്പോൾ RBIയുടെ റൂൾ അനുസരിച്ച് ഈ അപ്പർ ലെയർ NBFC ഒരു കാലഘട്ടം ഒരു കാലം കഴിയുമ്പോഴത്തേക്കും അത് ലിസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. കുറച്ചുകൂടി ട്രാൻസ്പെറൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പ്രകാരം ഈ സെപ്റ്റംബർ 2025 ലിസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം റെഗുലേറ്ററി പ്രോസസ്സൊക്കെ പാലിച്ച് HDB ഫിനാൻഷ്യൽസ് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു IPO കൂടെ ആയിരിക്കും. വളരെ എന്താ പറയുക, ഒരു ഹെഡ്ലൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതും കൂടെ ആയിരിക്കും. അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടത് ടാറ്റ ക്യാപിറ്റൽ ഉണ്ട്, അനദർ അപ്പർ ലെയർ NBFC. അവർ മിക്കവാറും ഒരു 15,000 കോടിയുടെ ഒരു IPOനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. അപ്പം it is raining bulk deals, block deals, promoter selling and IPOs in the market. അതായത് ഒരു വശത്തുകൂടി സെല്ലിംഗ് നടക്കുന്നു, ഒരു വശത്തൂടെ പ്രൊമോട്ടേഴ്സ് IPO കൊണ്ടുവരുന്നു. ഈ IPOയും സെല്ലിംഗ് ആണെന്ന് മറക്കരുത്. കാര്യം വെച്ചാൽ IPOയിൽ ഫ്രഷ് ഇഷ്യൂവിനെക്കാട്ടിലും കൂടുതൽ ഓഫർ ഫോർ സെയിൽ OFS വരിക എന്ന് പറഞ്ഞാൽ അതും പ്രൊമോട്ടർ സ്റ്റേക്ക് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് റെയിനിങ് പ്രൊമോട്ടർ സെല്ലിംഗ് ഇൻ മാർക്കറ്റ്. മൺസൂണിൽ മഴ പെയ്യുന്നു, മൺസൂണിൽ നല്ല മഴ നമ്മുടെ നാട്ടിൻ പ്രദേശത്തും നമ്മുടെ എല്ലായിടത്തും മഴ പെയ്യുന്നു എന്ന് പറയുന്ന പോലെ മാർക്കറ്റിൽ ഇപ്പോൾ പ്രൊമോട്ടർ സെല്ലിങ്സ് ആണ് കൂടുതൽ കാണുന്നത് എന്നുള്ളത്. ഇത് നെഗറ്റീവ് ആവേണ്ട കാര്യമില്ല, ബട്ട് കോഷ്യസ് ആയിട്ട് വേണം ഇതിനെ ട്രെഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ എന്നുള്ളത് പറഞ്ഞു വയ്ക്കും.